നഗ്നതാ പ്രദർശനം ശ്വേതാ മേനോനെതിരെ കേസ്. ഉദ്ഘാടനങ്ങൾക്കും പൊതുപരിപാടികൾക്കും ഏച്ചുകെട്ടിയും വെച്ചുകെട്ടിയും അടിവസ്ത്രങ്ങളൊന്നും ഇടാതെയും പോകുന്ന സ്ത്രീകൾ ജാഗ്രതയിൽ. പുരുഷൻ നഗ്നത പ്രദർശിപ്പിച്ചാൽ മാത്രമേ ഇത്രയും കാലം പോലീസ് കേസെടുക്കുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇതാ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് നടികൾക്കെതിരെയും നഗ്നതാ പ്രദർശനത്തിന് കേസെടുത്തു തുടങ്ങിയിരിക്കുന്നു. നടി ശ്വേതാ മേനോനെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്ന പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. പൊതുപ്രവർത്തകൻ എന്നവകാശപ്പെടുന്ന മാർട്ടിൻ മോനാച്ചേരിയുടെ പരാതിയിലാണ് കേസ്. IT നിയമത്തിലെ 67A വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ്. ശ്വേതാ മേനോൻ അഭിനയിച്ച മലയാള ചിത്രങ്ങളും കാമസൂത്ര എന്ന ഗർഭനിരോധന ഉറയുടെ പരസ്യവുമാണ് പരാതിക്കാരൻ കേസിനായി കോടതിയെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ശ്വേതാ മേനോൻ അഭിനയിച്ച ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി അതിലൊക്കെ അശ്ലീല രംഗങ്ങൾ ഉണ്ടെന്നും പറഞ്ഞാണ് മാർട്ടിൻ മോനാച്ചേരി പരാതി നൽകിയിരിക്കുന്നത്. പാലേരി മാണിക്യം, രതി നിർവേദം, ശ്വേതാ മേനോന്റെ പ്രസവം ചിത്രീകരിച്ച ബ്ലസ്സി ചിത്രം, കളിമണ്ണ്, ഒപ്പം കാമസൂത്ര എന്ന ഗർഭനിരോധന ഉറയുടെ പരസ്യചിത്രവുമാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകി പ്രേക്ഷകർ കണ്ടതും ഇപ്പോഴും പൊതുമധ്യത്തിൽ ലഭ്യമായതുമായ ചിത്രങ്ങളാണ് ഇവ. ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല സൈറ്റുകളിലും പ്രചരിക്കുന്നുണ്ടെന്നും പറഞ്ഞാണ് പരാതി. പോലീസ് ആദ്യം അവഗണിച്ച പരാതിയായിരുന്നു ഇത്. എന്നാൽ പരാതിക്കാരൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോവുകയും അവിടെ നിന്ന് കോടതി നിർദ്ദേശപ്രകാരം സെൻട്രൽ പോലീസ് കേസെടുക്കുകയുമായിരുന്നു. പ്രതി നഗ്നമായി അഭിനയിച്ച രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അശ്ലീല സൈറ്റുകളിലൂടെയും പ്രചരിപ്പിച്ചുവെന്ന് FIR-ലുണ്ട്. അതേസമയം ശ്വേതാ മേനോൻ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കേസ് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മലയാള സിനിമാ രംഗത്തെ നടന്മാരായ അഭിനയ തൊഴിലാളികൾ ഇപ്പോൾ 2 കാറ്റഗറിയിലാണുള്ളത്. ഒന്ന്, പെണ്ണുകേസിൽപ്പെട്ടവർ. 2, ഇനി പെണ്ണുകേസിൽ പെടാനുള്ളവർ. എണ്ണം പറഞ്ഞ സകലമാന നടന്മാരും പെണ്ണുകേസിൽപ്പെട്ട് നാറി നിൽക്കുകയും ഇനി ഏതെങ്കിലും മത്സരത്തിനായി മുന്നോട്ട് വന്നാൽ അവർക്കെതിരെയും പെണ്ണുകേസ് ഉണ്ടാകുമെന്ന ഭയത്തിലാണ് ഒരു നടിയെ അഭിനയ തൊഴിലാളികളുടെ സംഘടനയുടെ പ്രസിഡന്റായി വെക്കാം എന്ന് വലിയ നടന്മാർ തീരുമാനിച്ചത്. ഈ തീരുമാനത്തിൽ മോഹഭംഗം വന്ന വലിയ ശരീരവും ചെറിയ മനസ്സുമുള്ളവരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേസിന് പിന്നിൽ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി പരാതിക്കാരൻ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ശ്വേതാ മേനോനെതിരെ കൊടുത്തിരിക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ തന്നെ പറയാം, ഞാൻ ഇവിടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നത് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഞാൻ മാർച്ച് മാസം 3-ാം തീയതി ആണ് 17-ാം തീയതിയാണ് ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട CJI കോടതിക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകിയത്. കോടതിയുടെ പ്രഥമ ദൃഷ്ട്യാ ഇതിനകത്ത് കഴമ്പുണ്ട് എന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ കോടതി FIR ഇടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റ് വിവാദങ്ങളൊന്നുമില്ല. അതായത് ഇത് ഇങ്ങനൊരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ബന്ധപ്പെട്ട ഈ നടിക്കെതിരെ ഞാൻ പരാതി കൊടുക്കാൻ കാരണം. മറ്റ് നിയമ നടപടികൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇത് പോലീസിൻ്റെ അന്വേഷണത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. അതായത് ഈ ശ്വേതാ മേനോൻ പോലുള്ള ആളുകൾ, ഇപ്പം നമ്മൾ ഇപ്പം എന്നോട് വേറെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഇതിന് മുൻപ് അപ്പോൾ പുതിയ നിയമങ്ങൾ വരുവാണ്. അപ്പം ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ കുറേ കൂടെ ഓരോ ദിവസം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ വെബ് സീരീസുകൾ ഒരുപാട് ബാൻ ചെയ്തു. അതുപോലെ തന്നെ IT ആക്ട് വളരെ സ്ട്രോങ് ആക്കി. അപ്പോൾ ഈ ശ്വേതാ മേനോൻ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിൽ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇനിയും ഞാൻ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ഇത്തരത്തിലുള്ള സെക്സ്വൽ എക്സ്പ്ലിറ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് നിയമവിരുദ്ധം തന്നെയാണ്. കാരണം അവർ പണം കിട്ടിക്കഴിഞ്ഞാൽ സെക്സ്വൽ ആയിട്ടുള്ള എന്ത് ചെയ്യുമെന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം അത് തെറ്റ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ഇപ്പം ഞാൻ ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഇപ്പം സൈറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ സൈറ്റുകളെല്ലാം ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇവരുടെ ന്യൂഡായിട്ടുള്ള വീഡിയോസുകൾ അല്ലെങ്കിൽ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അശ്ലീലകരമായ കാര്യങ്ങളുള്ളത് എന്ന് ബോധ്യപ്പെടുത്തിയാണ് കോടതി അത്തരമൊരു കേസ് എടുക്കാനായിട്ട് കാരണമായത്. കേസ് പിൻവലിക്കുന്ന സമ്മർദ്ദങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഈ വിഷയത്തിൽ സംവിധായകനും ചലച്ചിത്ര നിരൂപകനുമായ ശാന്തിവള ദിനേശൻ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ കേസ് കൊടുത്തതിന്റെ പേരിൽ 1 കോടി രൂപയ്ക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം ശ്വേത. കാരണം ആ മൂഡ്സിന്റെ പരസ്യം എന്ന് പറയുന്നത് സെൻസർ ചെയ്ത സാധനമാണേ.
രണ്ടാമത്തേതെന്ന് പറയുന്നത് ശ്വേത അഭിനയിച്ച കളിമണ്ണ് എന്ന് പറഞ്ഞ ബ്ലസ്സി എന്ന് പറഞ്ഞ ആടുജീവിതമൊക്കെ എടുത്ത ബ്ലസ്സിയുടെ സിനിമയാണ്. അതെ. അതും സെൻസർ ചെയ്തതാണ്. അപ്പോ സർക്കാർ സെൻസർ ചെയ്ത് കൊടുത്ത് പ്രദർശിപ്പിച്ച വർഷങ്ങൾ കഴിഞ്ഞ ഒരു ഇത് വെച്ചിട്ട് ഇലക്ഷൻ സമയത്ത് കൊണ്ടൊന്ന് കേസ് കൊടുക്കുന്നുവെങ്കിൽ എന്തെങ്കിലും ബാക്കിംഗ് ഇല്ലാതെ ഒരു കാരണവശാലും നടക്കില്ല. ഇതാ ഇപ്പൊ പറയുന്നില്ലേ, കുക്കു പരമേശ്വരന്റെ കയ്യില് 12 നടികൾ പറഞ്ഞ സംഭാഷണം. ഇവര് പറഞ്ഞത് രാമായണം വായിക്കലായിരിക്കില്ലല്ലോ. അപ്പൊ എന്തൊക്കെയോ അവർ ഷൂട്ട് ചെയ്തെന്ന് വന്നു. പക്ഷെ കുക്കു പറയുന്നു, ഞാൻ ആ സമയത്ത് കമ്മിറ്റിയിൽ ഇല്ല. കുക്കു ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നതിന്റെ ചുരുക്ക് തീർക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പോലീസ് അന്വേഷിക്കേണ്ടതാണ്. കാരണം അമ്മയിലെ വോട്ടവകാശമില്ലാത്ത കൈനീട്ടം വാങ്ങുന്ന കുറെ ഈ എന്താ പറയാ സിനിമയിലെ എല്ലാ കളികളും പഠിച്ച കുറച്ച് കിളവികളും ആ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു നടനും കൂടി ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ഈ ഇലക്ഷൻ എന്നല്ല, ഇതിനെ മൊത്തം താറുമാറാക്കണം എന്നുള്ള ചിന്താഗതിയിലായിരിക്കും ചെയ്യുന്നത്. അതിന് ചെയ്യേണ്ടത്, ഇനി അത് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ കേസ് കൊടുത്തവന്റെ പേരിൽ കടം വാങ്ങിയെങ്കിലും 1 കോടി രൂപയുടെ, 1 കോടി ആകുമ്പോൾ 10 ലക്ഷം രൂപ കോടതി കെട്ടിവെക്കണം. എന്നാൽ പോലും അവന്റെ പേരിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം. ശ്വേതാ മേനോൻ യാതൊരു കാരണവശാലും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരരുതെന്ന് കരുതി തന്നെ ചെയ്യുന്ന പണിയാണ്. 101% അവർ വരാതിരിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ ദിവസമായിട്ട് അതിന്റെ പുറകിൽ കളികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന കളികൾ നടക്കുന്നുണ്ട്. ഇപ്പൊ കേസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസ് കൊണ്ടുവന്നാൽ അവനെ പിടിച്ചകത്തിടണ്ടേന്നേ. അതിന് കേസ് ചാർജ് ചെയ്യണ്ടേ പോലീസ്. അവൻ കൊണ്ടുവരുമ്പോ സെൻസർ ബോർഡ് സെൻസർ ചെയ്ത 2 പടങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പരസ്യത്തെ കുറിച്ച് ഒരുത്തൻ അന്യായമായ പരസ്യമായിട്ട് വരുമ്പോൾ ഇവിടെ വേറെ പടി ഉണ്ടോ മറ്റവനൊന്നും ഇറക്കി വിടണ്ടേ. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ KSRTC ബസ്സിൽ നഗ്നത പ്രദർശിപ്പിച്ച സവാദ്, അതുപോലെ തന്നെ ശ്വേതാ മേനോനും സമാനമായ ഒരു കുറ്റകൃത്യമല്ലേ ഇപ്പൊ വന്നേക്കുന്നത് രണ്ടും? അങ്ങനെ ആക്കാമോ? ഇത് സെൻസർ ചെയ്ത ഒരു സാധനം. ഇതാ ഇപ്പൊ തന്നെ കണ്ടില്ല, അടൂർ ഗോപാലകൃഷ്ണനെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരുത്തം കൊണ്ടൊന്ന് പരാതി കൊടുത്തിരിക്കുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗിക്കുന്ന മുഴുവൻ പ്രസംഗവും ഞാൻ അവിടെ ഇരുന്ന് കോൺക്ലേവിൽ കേട്ട ആളാണ്. ഒരക്ഷരം അദ്ദേഹം മോശമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് എനിക്ക് സന്തോഷം തോന്നിയത് ഇവിടെ മുഖ്യമന്ത്രി അടക്കം പാർട്ടി സെക്രട്ടറിമാരടക്കം, അതായത് MA ബേബി ഏറ്റവും അടുപ്പമുള്ള ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. MA ബേബി പോലും വായിൽ കുന്നിലപ്പൻ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന ഒരു അക്ഷരം ഉണ്ടാതെ അവിടെ ഹരിജൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ SC/SC വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നാണു പറഞ്ഞിരിക്കുകയാണ്, അടൂർ ഗോപാലകൃഷ്ണൻ ഒരക്ഷരം കൊണ്ട് ഇവിടുത്തെ SC/SC കളിയാക്കിയിട്ടില്ല. പക്ഷേ കേസെടുക്കാൻ പോകുന്നു. നിയമോപദേശം കേട്ടിരിക്കുന്നു. നിയമോപദേശം കേൾക്കേണ്ട കാര്യം എന്താണ്? ഈ ആളെളുപ്പമാണെന്ന് ഇവിടെ ചട്ടമ്പിമാർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് പോണേ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച്, അവരെ ഒരുത്തൻ സംവിധാനം ചെയ്ത ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുന്നു. ആ പരസ്യം സെൻസർ ചെയ്ത് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച് അത് കാലഘട്ടം കഴിഞ്ഞപ്പോ അത് മാറുകയും ചെയ്തു. മൂസിന്റെ ഒക്കെ കാലം കഴിഞ്ഞല്ലോ. ഇത്രയും വർഷമായിട്ട് ഇവരൊന്നും ഇത് കണ്ടില്ല. ഇപ്പോഴാണ് ഇവരുടെ ഈ അഭിനയ തൊഴിലാളികളുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ഇവര് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് ഉറപ്പായിട്ട്. ഇത് ഇപ്പൊ ഞാൻ കേട്ടെ, ഇപ്പൊ യൂട്യൂബിൽ ഏറ്റവും ഈ അടുത്ത കാലത്ത് ട്രെൻഡായ എന്താണ്, കൃഷ്ണകുമാറിന്റെ മകള് പ്രസവിക്കുന്ന ഒരു ലൈവ് വിട്ടതാണേ. അവര് കൈയിട്ടടിക്കുന്നു, കാലിട്ടടിക്കുന്നു. പിന്നീടാണ് അറിയുന്നത്, ഡോക്ടർ പറയുന്നു പ്രസവവേദന എടുക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ അടക്കം എടുത്തിടുന്നു. അവരെ യൂട്യൂബിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി എടുത്തതാണെന്ന് അവർ പറയുന്നു. അപ്പൊ അവന് ഈ കേസ് കൊടുത്തവന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് അവന്റെ അറിവോടെ ആയിരിക്കില്ല, അവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന കളിയാണ്. അപ്പൊ ഈ കേസ് കൊടുത്താൽ അവനെ കൊണ്ട് തത്ത പറയിക്കും, പോലെ പറയിക്കും, ഇത് ആരാണ് നിന്നെ കൊണ്ട് ചെയ്യിച്ചതെന്ന് ചോദിച്ചാൽ അവൻ പറയും 1 കോടി രൂപയുടെ മാനനഷ്ട കേസ് വലിയാണ്. പിന്നെ ഇത് ഇപ്രകാരം ഒരു കേസ് വന്നത് കൊണ്ട് ശ്വേതയുടെ സ്ഥാനാർത്ഥിത്വത്തിനോ തെരഞ്ഞെടുപ്പിനോ ഏതെങ്കിലും തരത്തിൽ ഇതിനെ സ്വാധീനിക്കുവോ, ബാധിക്കുവോ, ജയപരാജയങ്ങളെ സ്വാധീനിക്കുവോ? ദേവൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം ശ്വേത ജയിക്കുമെന്ന്. ബാക്കി ആർക്കും സംശയമില്ല ശ്വേത ജയിക്കില്ല. ഒന്നും ഫലിക്കില്ലെന്ന്. ഇത് കാലഘട്ടത്തിന്റെ മാറ്റമോ അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സോ മനസ്സിലാക്കാൻ കഴിയാത്ത എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവൻ ചേട്ടന് ബുദ്ധിയില്ലാത്തതുകൊണ്ട് പറ്റുന്ന ഒരു കുഴപ്പമാണ്. BJP അധികാരത്തിൽ വരുമെന്ന് ഞാൻ മന്ത്രിയാവുമെന്ന് വിശ്വസിക്കുന്ന പാവമാണ് ആ മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങേരെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം ശ്വേത ജയിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.